ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും. കമാൻ, ആരാണ് ആ ധൈര്യമായ കുട്ടിയെ ഞാൻ നോക്കട്ടെ. ഏറ്റവും ആദ്യം സംസാരിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള കുട്ടി എന്ന് പറയാൻ സാധിക്കും. യെസ്, അവിടെ ഒരു കുട്ടി. യെസ്, വെരി ഗുഡ്. നല്ല കൈയടി കൊടുക്കാം. പേരെന്താ? ആദിത്യ. ആദിത്യ, നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് കോൺഫിഡൻസ് കുറവാണ്, പിന്നെ സെൽഫ് എസ്റ്റീം കുറവാണ്. സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോ സെൽഫ് എസ്റ്റീം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല കേട്ടോ. നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്ന യെസ്, വാല്യൂ ഇപ്പോ സ്വന്തമായിട്ട് ഒരു വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. നമുക്ക് എന്ത് ചെയ്യാനും പേടിയായിരിക്കും. ഇപ്പൊ തന്നെ മാം ചോദിച്ചപ്പോ ആരും ആൻസർ പറയാൻ പേടിയാണ്. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, എന്തായാലും ഞാൻ പറഞ്ഞ ഇനി കളിയാക്കോ കൂടെ ഉള്ളവര്, ഇനിയുള്ളവരുടെ കൂടെ ഉള്ളവർ മിണ്ടത്തില്ലേ, എന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ, എനിക്ക് ഭംഗിയില്ലേ, എന്റെ ഡ്രസ്സ് കൊള്ളത്തില്ലേ, ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കൊള്ളത്തില്ലേ, അങ്ങനെ ഒരുപാട് നമ്മൾ തിങ്ക് ചെയ്യും. വെരി നൈസ്, വെരി നൈസ്. വളരെ ഭംഗിയായിട്ട് പറഞ്ഞല്ലേ ആദിത്യ, റൈറ്റ്? ഇത് എല്ലാവരും ഫീൽ ചെയ്യാറുണ്ടോ? പോലെ പ്രായമുള്ള ആൾക്കാർക്ക് സെൽഫ് എസ്റ്റീമിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ? ചിലപ്പോ ചില സമയങ്ങളിൽ കാണുമായിരിക്കാം, എല്ലാ സമയങ്ങളും. ഇപ്പൊ ഞങ്ങളുടെ തലമുറ ഉണ്ടല്ലേ, നിങ്ങളുടെ അധ്യാപകരുടെ തലമുറ, രക്ഷകർത്താക്കളുടെ തലമുറ, ഞങ്ങൾ നിങ്ങളുടെ വയസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ കൂടുതൽ കാണുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയിൽ ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് കൂടുതൽ കാണുമോ? ഈ തലമുറയിലുള്ളവർക്കായിരിക്കും കൂടുതൽ. വൈ ആർ യു സേയിങ് ദാറ്റ്? പണ്ടൊന്നും നമ്മൾ അധികം എല്ലാരെ പറ്റി അറിയുന്നില്ലല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട്. അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ശരിയല്ലേ? ശരിയല്ലേ? സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൂടുന്നു എന്ന് പറയാൻ സാധിക്കുമോ? കൂടും, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാല് ഓക്കെ.